ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവലും ശർക്കരയും വെച്ചിട്ട് ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതിയാകും. ഇത് മൊത്തത്തിൽ ഇതായി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അവൽ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കാം. കളർ ഒട്ടും മാറാതെ വേണം വറുത്തെടുക്കാനായിട്ട്. അവലിതാ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കളറൊന്നും ചേഞ്ച് ആവാതെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ തന്നെ വറുത്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കൈവച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞിട്ട് വരണം കേട്ടോ. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വറുത്തെടുക്കാം. ഈ ഒരു തേങ്ങൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് ഡ്രൈ ആവണ വരെ വറുത്തെടുക്കാം. ഇതിവിടെ രണ്ടും നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങ ഒട്ടും കരിഞ്ഞിട്ടൊന്നും പോകരുത്. ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒത്തിരി ഈ ഒരു പാനിൽ വെക്കണ്ട, അപ്പോൾ കരിഞ്ഞിട്ട് പോകും. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ചൂടൊക്കെ ആറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവൽ മിക്സിന് ജാറിലിട്ട് നല്ല പോലെ അങ്ങ് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ചേർക്കണില്ല, അതിൻ്റെ പകുതി മാത്രമേ ചേർക്കണുള്ളൂ. നിങ്ങൾ വലിയ ജാറിലാണ് പൊടിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചേർത്തിട്ട് പൊടിച്ചെടുത്താലും മതിയാകും. ഇനി പൊടിച്ചെടുത്ത് മിക്സ് ഈ ഒരു ബൗളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതും ഇതേ രീതിയിൽ തന്നെ പൊടിച്ചിട്ടെടുക്കാം. പിന്നെ ഒത്തിരി സമയം ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഈ ഒരു തേങ്ങയിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയും പൊടിച്ചെടുക്കരുത്. ഇതുപോലെ ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. എന്നാൽ അത്യാവശ്യം പൊടിഞ്ഞിട്ട് കിട്ടുകയും വേണം. ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി അവൽ വറക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു സെയിം പാനിന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് കടല ചേർത്ത് കൊടുക്കാം. പീനട്ടുണ്ടല്ലോ നിലക്കടല, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വറുക്കാത്തതാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ നല്ല പോലെ വറുത്തെടുക്കുക. ഞാനിവിടെ വറുത്തത് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കടലയ്ക്ക് നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഇനി ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. നല്ല രീതിയിൽ തണുത്തിട്ട് വരട്ടെ. ഇതിവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കടലിൽ നിന്ന് തൊലി ഇങ്ങനെ വിട്ടിട്ട് വരും കേട്ടോ. നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ തൊലി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഊതിക്കളഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ കടലിൽ നിന്ന് അങ്ങ് വിട്ടു പോയിക്കോളും. ഇവിടെ മൊത്തത്തിൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചിട്ടെടുക്കാം. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി സമയം ഇട്ടിട്ട് പൊടിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്താൽ കടലിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് വരും. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതവിടെ ഇരിക്കട്ടെ. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി അവലൊക്കെ വറുത്തിട്ടുള്ള ആ ഒരു സെയിം പാനിലേക്ക് തന്നെ 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പൊടിക്കാത്ത ശർക്കര എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 അച്ച് ശർക്കര വേണ്ടി വരും. ഇതിലേക്ക് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ കട്ടിയായിട്ടുള്ള ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർക്കണം. കാരണം അത് മെൽറ്റായിട്ട് വരാൻ സമയമെടുക്കും, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്താൽ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. ഇതിവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ശർക്കരപ്പാനി നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ കുറച്ച് കല്ലും അതൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. സെയിം പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അവലുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കടലയും കൊണ്ട് പൊടി ഉണ്ടല്ലോ അതും കൂടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൽ ചേർത്തിട്ടുള്ള ശർക്കരപ്പാനിയൊക്കെ നല്ല പോലെ വറ്റിയിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടണം. പിന്നെ ഇതുപോലത്തെ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇതിവിടെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ ഇതിങ്ങനെ എണ്ണ ഇറങ്ങിയിട്ട് വരും കേട്ടോ. ആ ഒരു ഇതിൽ ചേർത്തിട്ടുള്ള ഒരു കടലിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഇറങ്ങിയിട്ട് വരും. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർത്താൽ മതി. നെയ്യ് ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറും കൂടെ ഉണ്ടാകും. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/4 കപ്പിൻ്റെ അടുത്തായിട്ട് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ പകരമായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു കടലയുണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്താലും മതിയാകും. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അത് തന്നെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കി എടുക്കാൻ വേണമെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബോട്ടിൽ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ മെഷറിംഗ് കപ്പൊക്കെ വെച്ചിട്ടും ചെയ്തിട്ടെടുക്കുക. ഞാനൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയൊരു മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്പൂണിൽ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് വിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നെയ്യ് തടവേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇങ്ങനെ വിട്ടിട്ട് വരും. ഇതിലൊരു ചെറിയൊരു എണ്ണന് നനവ് ഉണ്ടായതുകൊണ്ട് തന്നെ. ഇല്ലാന്നുണ്ടെങ്കിൽ ലഡുവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുത്താലും മതി. ഇതുപോലെ ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടിട്ട് വരും. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതേ രീതിയിൽ അങ്ങ് ഷേപ്പാക്കി എടുക്കുക. ഇനി ഇങ്ങനെ വേണമെന്നില്ല, എനിക്ക് വേണമെങ്കിൽ ലഡുവിൻ്റെ ഷേപ്പിലും റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെയൊക്കെ ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമുണ്ടാവും, കാണാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കടലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒത്തിരി പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്